പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, വെറും 5 മിനിറ്റ് നോക്കാമെന്ന് കരുതി ഫേസ്ബുക്ക് തുറന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞത് അറിയാതെ പോയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളുടെ മനസ്സ് ഒരു ഡിജിറ്റൽ ജയിലിലാണ്. പ്രവാസികളായ നമുക്ക് നാടുമായിട്ടുള്ള ബന്ധം നിലനിർത്താനും വാർത്തകൾ അറിയാനും വിനോദത്തിനും സോഷ്യൽ മീഡിയ ഒരു അനുഗ്രഹമാണ്. എന്നാൽ ഇതിന്റെ ഉപയോഗം അതിരുവിടുമ്പോൾ അതൊരു ശാപമായി മാറും. നമ്മുടെ വിലപ്പെട്ട സമയം ജീവിതമായി താരതമ്യം ചെയ്ത് അത് നമ്മളിൽ വിഷാദം ഉണ്ടാക്കും. സോഷ്യൽ മീഡിയയിലെ പല നെഗറ്റീവ് വാർത്തകളും വഴക്കുകളും നമ്മുടെ മാനസിക സമാധാനം കെടുത്തും. നമ്മളിപ്പോ ശരിക്കും നമ്മുടെ യഥാർത്ഥ ലോകത്തിൽ ജീവിക്കുന്നതിന് പകരം ഒരു വെർച്വൽ ലോകത്ത് ജീവിക്കാൻ തുടങ്ങും. ഇവിടെയാണ് സോഷ്യൽ മീഡിയ ഡിറ്റോക്സിന്റെ പ്രസക്തി. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ പൂർണ്ണമായി ഉപേക്ഷിക്കലല്ല, മറിച്ച് ബോധപൂർവം ഒരു ഇടവേള എടുക്കലാണ്. അതിനായിട്ട് ഒരു ചെറിയ കാലയളവ് തിരഞ്ഞെടുക്കുക. തുടക്കത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ വാരാന്ത്യം സോഷ്യൽ മീഡിയ ആപ്പുകളൊന്നും ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾ ആ ആപ്പുകളൊക്കെ താൽക്കാലികമായി ഡിലീറ്റ് ചെയ്യുകയോ നോട്ടിഫിക്കേഷനൊക്കെ ഓഫ് ചെയ്യുകയോ ചെയ്യുക. എന്നിട്ട് ആ സമയം മറ്റെന്തെങ്കിലും ചെയ്യാൻ ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിൽക്കുമ്പോൾ കിട്ടുന്ന അധിക സമയം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. ഒരു പുസ്തകം വായിക്കുക, കൂട്ടുകാരെ നേരിൽ കാണുക, നടക്കാൻ പോവുക, അല്ലെങ്കിൽ പുതിയൊരു ഹോബി പരീക്ഷിക്കുക. മൂന്നാമതായിട്ട് ഡിറ്റോക്സിന് ശേഷം ഉപയോഗം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. തിരികെ വരുമ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് നിശ്ചിത സമയം ക്രമീകരിക്കുക. ഒന്നെങ്കിൽ രാവിലെ ഒരു അരമണിക്കൂർ, അല്ലെങ്കിൽ രാത്രി ഒരു അരമണിക്കൂർ. അതേപോലെ തന്നെ കിടപ്പുമുറിയിൽ ഫോൺ ഉപയോഗിക്കില്ല എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് മൂല്യം നൽകാത്ത എല്ലാ പേജുകളും അക്കൗണ്ടുകളും അൺഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫീഡ് എപ്പോഴും പോസിറ്റീവ് ആക്കി മാറ്റുക. ഓർക്കുക, സോഷ്യൽ മീഡിയ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ളതല്ല, നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു ഉപകരണം മാത്രമാണ്. ആ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലായിരിക്കണം. നിങ്ങൾ ഒരു ദിവസം ശരാശരി എത്ര മണിക്കൂർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ട് എന്ന് സത്യസന്ധമായി ഒന്ന് കമന്റ് ചെയ്യാം. നമ്മുടെ വിലപ്പെട്ട സമയം നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനം നമ്മളെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നാളെ നമ്മുടെ സ്വന്തം കഴിവിൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം.